എന്നുള്ളത് ഉറപ്പാണ്. വളരെ മികച്ച സിനിമ. മാളികപ്പുറത്തിന്റെ മുകളിൽ പടം ഗംഭീര പടം. അതായത് ഹൊറർ ജോണറിൽ തന്നെ ഒരു സിനിമയാണ്. അതായത് അർജുൻ അശോകൻ അതേപോലെ തന്നെ ബാലു വർഗീസ് ഇവർ രണ്ടുപേരും മെയിനായിട്ട് വന്നത്. പിന്നെ അതേപോലെ തന്നെ സൈജ് ഗ്രൂപ്പൊക്കെ നല്ല ഗംഭീര റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാമ കുറേ നാൾക്ക് ശേഷം മലയാളത്തിലേക്ക് ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ബാമയൊക്കെ അതില്ല, ബാമയ്ക്ക് അത്ര റോളെന്ന് പറയാൻ എന്തായാലും ബാമയുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥപുരത്തിനൊക്കെ നല്ല രസമായിട്ട് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സൈജ് ഗ്രൂപ്പ് ഇതിൽ ചെയ്തത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളാണ്. ഒരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് ഇത് സുമതി വളവ്. പിന്നെ അതേ ഹൊറർ പേടിയാവണ്ടെന്ന് വെച്ചാൽ അത് എനിക്ക് സുമതി വളവിനെ കുറിച്ച് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ അറിയില്ല. അതുകൊണ്ട് എനിക്ക് അത്ര പേടിയായിട്ട് തോന്നിയില്ല. എന്തായാലും ഹൊറർ ജോണറിലുണ്ട് സംഭവം. നമുക്ക് ഒരു ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട്. എന്തായാലും കൊള്ളാം. തിയേറ്റർ വാച്ച് കൊള്ളാം. ഫാമിലി പടം. നല്ലൊരു അടിപൊളി സിനിമ. ഓ എല്ലാം ഉണ്ട്, പേടിക്കാനും ഉണ്ട്, പിന്നെ ചിരിക്കാനുണ്ട്, എല്ലാം ആയിട്ട് നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമ. നല്ല കോമഡി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഹൊററൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. യെസ്, നല്ല പേടിയാവും. എനിക്ക് പൊതുവെ ഹൊറർ മൂവീസ് പേടിയാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ കാസ്റ്റും അടിപൊളിയായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു മൂവിക്ക് മൊത്തത്തിൽ. ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ. താങ്ക് യു. പടം സൂപ്പർ ഹിറ്റാണ്. സുമതി വളവ് എന്ന് പറയുന്നത് നമ്മളൊരു ഹൊറർ മൂഡല്ല ഇത് വേറെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഇത് പേടി ഇത് ഹൊറർ എന്ന് പറഞ്ഞിട്ട് ആരും വരാതിരിക്കേണ്ട. അങ്ങനെ സിനിമയല്ല. എന്തായാലും നല്ല കിട്ടില്ല. ഭാഗങ്ങളുണ്ട്, പക്ഷേ ഇത് ഫുൾ ത്രൂ ഔട്ട് ഇത് ഹൊറർ സിനിമയല്ല. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റാണ്. ഇത് അഭിലാഷ് പിള്ളയുടെ റൈറ്റിംഗ് ഏറ്റവും മികച്ച റൈറ്റിംഗ് ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ, BGM, ഡിപ്പാർട്ട്മെൻ്റൊക്കെ അടിപൊളിയാണ്. ഇത് അർജുൻ അശോകൻ്റെ കരിയറിലെ ഇതുവരെയും ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ്. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അർജുൻ അശോകൻ, പിന്നെ സിദ്ധാർത്ഥ് ഭരത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. തികഞ്ഞ ഒരു ആക്ടറാണ്. കാരണം നമുക്കറിയാം KP ലളിത ചേച്ചിയുടെ മകൻ. എന്ത് തന്നെയാണെങ്കിലും അർജുൻ അശോകൻ ഇത് എന്തായാലും ഒരു പാരമ്പര്യ ഗുണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. വളരെ മികച്ച സിനിമ. മാളികപ്പുറത്തിന്റെ മുകളിലെന്നല്ല, ഇത് മാളികപ്പുറത്തിന്റെ ടീമിന്റെ ഒരു സിനിമയാണ്. എന്തായാലും നമ്മൾ അതിൽ നിന്ന് വേറൊരു വ്യത്യസ്തമായ ഒരു ജോണറിലെടുത്ത സിനിമയാണ്. എന്തായാലും മികച്ച സിനിമയാണ്. ഇത് ഹിറ്റ് അടിക്കുന്നുള്ള യാതൊരു സംശയം വിചാരിക്കേണ്ട. അടിപൊളി. ഇതിന്റെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള റൈറ്റിംഗ്. അതിൻ്റെ BGM, ഡയറക്ഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, അഭിനയമാണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളി. അർജുൻ അശോകൻ തകർത്തിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെയും ചെയ്തിട്ടുള്ള സിനിമയിൽ ഏറ്റവും ബെറ്റർ സിനിമയാണ് സുമതി വളവ്. ഇനി ഇതിലും മികച്ച സിനിമകൾ ഇനിയും അദ്ദേഹത്തിന് കിട്ടട്ടെ. ക്യാരക്ടറുകളും ഡിഫറെൻ്റായിട്ട് വരട്ടെ. ആസിഫ് അലിയോളം എത്താൻ പറ്റുന്ന ഒരു നടനായിട്ട് അർജുൻ അശോകനെ കൂട്ടാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഈ